ആ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ആ ആയി വരുന്നു. ഒരു 5 വർഷത്തേക്കുള്ള കുമ്പസാരം അഡ്വാൻസ് ആയിട്ട് ചെയ്തിരിക്കും. എനിക്ക് പള്ളി സമയം സ്വപ്നമായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. പുറത്തു പോകാനുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല ചോ. ഇവിടെ എന്താ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അതിന്റെ പുറത്താന്ന് വിചാരിച്ചു. കുറച്ചാളുകൂടെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ അച്ഛന്റെ സ്വപ്നം കണ്ടു. സാറ് പോവാണല്ലേ? പോയില്ലേ? അപ്പൊ ഇനി വയലിൻ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? എടാ മോനെ വേണ്ട വേണ്ട. നിന്റെ പുതിയ പിക്കൊക്കെ കണ്ടല്ലോ ഇൻസ്റ്റയില്. ആ നായകരുടെ ഫ്രണ്ടിലുള്ള പിക്കല്ലേ, അത് പൊളിയല്ലേ? ഹലോ, അടിച്ച് പൊളിക്കല്ലേ? എന്നാ അടിച്ചു പൊളി. നാട്ടിലേക്കാൾ കുറച്ച് ഫ്രീഡം ഉണ്ട് ഇവിടെ. അതല്ലാതെ മൊത്തം കഷ്ടപ്പാടാ. എടുത്തയാടി ഒരു കാറ് വാങ്ങാൻ പോയിട്ട് ആകെ ടൈറ്റായി. നീ ഓവർ ഡ്യൂട്ടി ചെയ്ത് വേണം അതൊന്ന് സെറ്റ് ആക്കാൻ. ആകെ മൊത്തം പ്രശ്നങ്ങളാടാവേ. അവിടെ ഇപ്പൊ എന്താ കാലാവസ്ഥ? മഞ്ഞാണോ? ആടാ ഇവിടെ ഇപ്പൊ സ്നോഫോളാ. വെയിറ്റ് ഞാൻ കാട്ടിത്തരാം. ഞായറാഴ്ചയായിട്ട് എന്നാടാ പരിപാടി? പള്ളിയിലൊക്കെ പോയോ? ആ ഞാൻ രാവിലെ തന്നെ പള്ളിയിൽ പോയി. പിള്ളേർക്ക് വയലിൻ ക്ലാസ് ഉണ്ടായിരുന്നു. നിന്റെ ഒക്കെ ഭാഗ്യ. ഞായറാഴ്ച ഇടവപ്പള്ളി പോണ എന്നെ സുഖം. പള്ളി കണ്ട കാലം മറന്നു. പോണെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ഒന്നും നടക്കാറില്ല. ആ അതെ, അമ്മ വിളിക്കുന്നു. ഒരു മിനിറ്റ് ഞാൻ പിന്നെ വിളിക്കാം. Hundreds of Indian student graduates have staged protests against a new federal policy in Canada that puts them at risk of getting deported from the country. In fact, many international students, especially from India, had high hopes of starting fresh in Canada. But new immigration changes have thrown a big curveball for over 70,000 graduates. Indian students have been camping out in front of the Legislative Assembly in Prince Edward Island for over 3 months, and protests are now also popping up in കലുഷിതമായ ബ്രിട്ടനിൽ ഇന്ത്യക്കാർ അടക്കമുള്ള വിദേശ പൗരന്മാർ കടുത്ത ഭീതിയിലാണ്. തീവ്ര വലതുപക്ഷം ഏഷ്യൻ കുടിയേറ്റക്കാരെയും മുസ്ലിങ്ങളെയും കുടിയൊഴിപ്പിക്കണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത് ബ്രിട്ടനിലെ മലയാളി വിദ്യാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഹായ് ബ്രോ. എന്താടാ പരിപാടി? ടിക്കറ്റ് എടുക്കാനുള്ള ഒരു കാര്യങ്ങൾ നോക്കുമായിരുന്നു. അപ്പൊ നീ ഇങ്ങോട്ട് വരാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ വന്നെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അപ്പൊ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയല്ലേ? അപ്പൊ താൻ മാത്രം രക്ഷപ്പെട്ടാ മതിയോ? നീ ചിന്തിക്കുന്ന ഇത് വലിയ സ്വർഗമൊന്നുമല്ല. ഇതൊരു രൂപാടാ. പെട്ട് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പോക്കുണ്ടാവില്ല. നീ എന്തായാലും നന്നായിട്ട് ആലോചിക്കും. പിന്നെ നിന്റെ യൂട്യൂബ് ചാനലും പരിപാടിയൊക്കെ എന്തായി? വിട്ടോ അത്? പുതിയ വീഡിയോസ് ഒന്നും കാണാറില്ല. ഇപ്പൊ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അതായിരുന്നല്ലോ നിന്റെ പാഷൻ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എന്നാ ശരി, എന്നാ വെക്കുക. ഇച്ചിരി തിരക്കുണ്ട്. എനിക്ക് ഊബർ ഓടാൻ പോണം. ശരി എന്നാ ബൈ. ഓക്കെ. ഞാൻ പുറത്തേക്ക് പോകുന്നില്ല, ഇവിടെ തന്നെ കാണാം. നിന്റെ ഒക്കെ ഭാഗ്യ. ഞായറാഴ്ച ഇടവപ്പള്ളി പോണ എന്നെ സുഖം. എന്റെ മോനെ സാറ് പോവാണല്ലേ? അപ്പൊ ഇനി വയലിൻ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? എബിസാറിന്റെ വീഡിയോക്ക് 1 മില്യൺ അടിച്ചല്ലോ.